ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഭയങ്കര അടിയും പിടിയും വഴക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഇപ്പോ പ്രശ്നങ്ങൾ സോൾവ് ആയി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ എപ്പോഴാണോ നമ്മൾ പ്രശ്നം സോൾവ് ആയി ഇനി യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല, ശാന്തമായി മുന്നോട്ട് പോകും എന്ന് വിചാരിക്കുന്നത്, ആ സമയത്തായിരിക്കും അടുത്ത പ്രശ്നത്തിന് തിരികൊളുത്താൻ വേണ്ടിട്ട് പോകുന്നത്. അതുപോലെയാണ് ഇപ്പോ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. സൂര്യ വിചാരിച്ചു ഈ ഒരു ആധാരം റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും, പഴയതുപോലെ കുടുംബം വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അതെല്ലാം സൂര്യയുടെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു. പ്രത്യേകിച്ച് അബിയുടെയും തോന്നലുകൾ മാത്രമായിരുന്നു. അടുത്ത പ്രശ്നത്തിന് തിരികൊളുത്തുന്ന സംഭവങ്ങളാണ് പിന്നീട് അളകാപുരിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ശാന്തമായി, ഇനി യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ സൂര്യനാരായണനൊക്കെ ആധാരം റദ്ദ് ചെയ്തു, തിരിച്ചു വീട്ടിലോട്ട് എത്തി. എന്നാൽ ഈ വിവരം അതുപോലെ തന്നെ മുത്തശ്ശി എന്തായാലും പ്രഭാവതിയോട് പോയി പറയുമല്ലോ. അതുപോലെ പ്രഭാവതിയോട് മുത്തശ്ശി പോയി കാര്യങ്ങൾ പറഞ്ഞു. ആധാരം റദ്ദ് പതിപ്പിച്ച് അവരെല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട്, നമ്മൾ വിജയിച്ചു കഴിഞ്ഞു, ഇനി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുവാണ്, ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഒന്ന്, ഈ ഒരു ആധാരം റദ്ദ് പതിപ്പിച്ച സ്ഥിതിക്ക് മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാതെ അജയ്ക്ക് കൈമാറാം. അജയ് അത് നോക്കി നടത്തട്ടെ, അതിന്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോട്ടെ, ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും നമ്മുടെ അമല് നോക്കിക്കോട്ടെ. അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിന്റെ മക്കൾക്ക് എല്ലാ സ്വത്തുക്കളും കൈമാറുന്ന രീതിയിൽ എത്തണം, എന്നിട്ട് അബിയും ജാനകിയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പ്രഭാവതിക്ക് ഓരോ കാര്യങ്ങൾ ഓതിക്കൊടുക്കുവാണ്. അതെല്ലാം ശരി ശരി എന്നുള്ള രീതിയിൽ പ്രഭാവതിയും തലയാട്ടി സന്തോഷത്തോടെ നിൽക്കുവാണ്. ഇതിന്റെ ഇടയിൽ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു ആധാരം റദ്ദ് പതിപ്പിച്ച സ്ഥിതിക്ക് ആ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റ് മുഴുവൻ വിൽക്കാനായിട്ടുള്ള പദ്ധതികളാണ് അജയ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അജയ് പതുക്കെ അപർണയെ വിളിച്ചു പുറത്തോട്ട് വരുത്തി, റൂമിന്റെ പുറത്ത് വിളിച്ചു വരുത്തിയതിനു ശേഷം അപർണയോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ ആധാരം റദ്ദ് പതിപ്പിച്ചു, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പൊരുതിയത് കൊണ്ട് മാത്രമാണ് ഈ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു ആധാരം റദ്ദ് പതിപ്പിച്ച സ്ഥിതിക്ക് അത് എത്രയും പെട്ടെന്ന് വിൽക്കണം, അതിവിടെ ഇട്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ, അത് ഇട്ടിരുന്നിട്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടാകുന്നില്ല. അതേ മറിച്ച് ഈ ഒരു എസ്റ്റേറ്റ് മുഴുവൻ വിറ്റ് കാശാക്കി കഴിഞ്ഞാൽ അത് മക്കൾക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലല്ലോ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാലോ, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, എനിക്കിപ്പോ പൈസയുടെ ആവശ്യവുമുണ്ട് എന്ന് അജയ് അപർണയോട് പറഞ്ഞു. എന്നാൽ അപർണയ്ക്കാണെങ്കിൽ ഈ ഒരു ആധാരം റദ്ദ് പതിപ്പിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപർണയുടെ ലക്ഷ്യം. മറിച്ച് ഈ ഒരു സ്വത്തുക്കൾ വിൽക്കുക, എന്നിട്ട് അജയുടെ കാര്യങ്ങൾ നടത്തുക, വിൽക്കാനായിട്ട് അപർണയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിരഞ്ജന കേട്ടോണ്ട് വന്നു. നിരഞ്ജന വന്ന ഉടനെ തന്നെ അപർണയെ വഴക്കു പറഞ്ഞു. അജയ് എന്തിനാ അപർണ ഈ സമയത്ത് പുറത്തോട്ട് വിളിച്ചത് എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോ അജയ് ആണ് തന്നെ വിളിച്ചതെന്നും ആധാരം റദ്ദ് പതിപ്പിച്ച സ്ഥിതിക്ക് അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമ്മൾ മക്കളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ അത് വിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ, മറ്റൊരാളുടെ കയ്യിലോട്ട് അത് എത്താതെ നോക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനാണ് അപർണയെ വിളിച്ചു വരുത്തിയത് എന്ന് നിരഞ്ജനയോട് പറഞ്ഞു. പക്ഷെ അജയ്ക്ക് നാണമില്ലേ ഈ ഒരു കാര്യം അപർണയോട് പോയി പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ പറഞ്ഞ് നിരഞ്ജന വഴക്കുണ്ടാക്കിയപ്പോ അപർണ ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോയി. എന്തായാലും ഞാൻ ഈ ഒരു ആധാരം റദ്ദ് പതിപ്പിച്ചു എന്നല്ലാതെ ഇത് വിൽക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ അതിന് കൂട്ടു നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപർണ അകത്തോട്ട് കയറിപ്പോയത്. പക്ഷെ അജയ് ആ ഒരു ശ്രമം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അജയ്ക്ക് എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളെ കൈക്കലാക്കണം, പുതിയൊരു ബിസിനസ് തുടങ്ങണം, ഹണി റോസുമായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അജയുടെ മനസ്സിൽ. അപ്പൊ നിരഞ്ജനയ്ക്ക് നല്ലതുപോലെ ദേഷ്യം വന്നു. ഒരു വട്ടം അജയെ സ്നേഹിച്ച പെൺകുട്ടിയാണ് അപർണ. അങ്ങനെ ഉള്ളപ്പോ അവളുടെ മുന്നിൽ പോയി കെഞ്ചാനായിട്ടും അജയ്ക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് അജയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഈ ചെവി കൂടെ കളയാനല്ലാതെ അതിൽ ഒരു കൂസലും അജയ്ക്കില്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേന ഈ സ്വത്തുക്കൾ കൈക്കലാക്കിയിരിക്കും എന്നുള്ള ഒരു വാശിയാണ് അജയ്ക്ക്. പക്ഷെ ഇത് എവിടെ ചെന്നെത്തും? പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ രൂക്ഷമാകുവാണല്ലോ എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും നിരഞ്ജനയ്ക്കുണ്ട്. ഈ സമയത്ത് അച്ഛൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു.
അഭിയോടും ജാനകിയോടും അച്ഛൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ തലയിൽ ഞാൻ വെച്ച് തന്ന ആ ഭാരം ഞാൻ തന്നെ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ആധാരം ഞാൻ റദ്ദ് പതിപ്പിച്ചു. ഇനി എന്തായാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴും അഭിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ ജാനകിക്ക് ഇപ്പോഴും സങ്കടമാണ്. ജാനകിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വേവലാതി ഉണ്ട്. അത് ജാനകി തന്റെ ഭർത്താവായ അഭിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? പൊന്നു ഉറക്കത്തിൽ പോലും പൊന്നുവിന്റെ മനസ്സിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊന്നു രാവിലെ ഉറക്കം എണീറ്റ ഉടനെ എന്നോട് ഈ കാര്യത്തെ പറ്റി ചോദിച്ചത്. അഭിയേട്ടന് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോ ഈ ഒരു ആധാരം നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്, ഈ സ്വത്തുക്കൾ നമ്മുടെ പേരിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയത്. പക്ഷെ ഈ ആധാരം റദ്ദ് ചെയ്ത സ്ഥിതിക്ക് എപ്പോഴാണ് നമ്മൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഉടനെ തന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും. മുത്തശ്ശി പോലും അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നുവിനെ പോലെയാണ് എനിക്കും ആ ചോദ്യമുള്ളത്. എനിക്കും അതേ ഒരു ചോദ്യം തന്നെയാണ്. ഇനി എപ്പോഴാണ് അളകാപുരിയുടെ പടി ജാനകിയും അഭിയും മക്കളും ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എന്റെ മനസ്സിലും ഉള്ളത് എന്ന് ജാനകി അഭിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വേവലാതി തന്നെയാണ് ജാനകിക്കും. രണ്ട് മക്കളെയും കൊണ്ടാണ് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ള ടെൻഷൻ ജാനകിക്കുണ്ട്. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അജയും അപർണയും നിരഞ്ജനയും വന്നു. അപ്പൊ അച്ഛൻ തന്നെയാണ് അവരെ വിളിച്ചത്. പ്രഭാവതി എന്താ വരാത്തെന്ന് ചോദിക്കുമ്പോ അമ്മയോട് പറയേണ്ട കാര്യമില്ല, മക്കളായി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് അജയും. അങ്ങനെ അജയോട് അച്ഛൻ തന്നെ പറഞ്ഞു, എന്തായാലും നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ആ ആധാരം റദ്ദ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തായാലും ഇതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകണ്ട എന്നും, ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വെട്ടിയ കൊമ്പ് എനിക്ക് വീണ്ടും ചേർക്കാനൊക്കെ ആയിട്ട് അറിയാം എന്നൊക്കെ അച്ഛൻ ഒരു സൂചന നൽകി. അതായത് ഇനിയും ഈ ഒരു പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഒരു വീട് രണ്ടായി തിരിഞ്ഞു, ചേരിതിരിയേണ്ട അവസ്ഥ വരെ എത്തി. ഇനി അതെന്തായാലും തീരണം, ഈ പ്രശ്നം സോൾവ് ആകണം. എന്നിട്ട് കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത തീരുമാനം എടുക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് അച്ഛൻ എല്ലാവർക്കും മുന്നിൽ പറഞ്ഞത്. പക്ഷേ ഉടനെ തന്നെ അജയ് പറഞ്ഞ കാര്യം, പൊട്ടിയ കണ്ണാടി ഒരിക്കലും നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റത്തില്ല. അത് എത്ര കൂട്ടിച്ചേർത്താലും പൊട്ടിയ ആ ഒരു പാട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വിളക്കി ചേർക്കാനായിട്ട് നല്ല പാടുള്ള കാര്യമാണ്. അങ്ങനെ വിളക്കി ചേർത്താലും ഒരു സമയത്ത് അത് വീണ്ടും അടുത്ത പ്രശ്നത്തിലേക്ക് ഒരു തുടക്കം തന്നെ ആയി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബം തകർന്നു, ഇനി അത് ഒന്നിച്ച് ചേർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടില് ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ആ മൂന്നാറിലെ എസ്റ്റേറ്റ് അങ്ങനെ ഇട്ടിരിക്കണ്ട, അത് വിറ്റ് മക്കൾക്കുള്ള ഷെയർ അച്ഛൻ കൊടുക്കണം എന്ന് അജയ് തന്റെ തീരുമാനം മുന്നോട്ട് വെച്ചു. പക്ഷെ അപർണയ്ക്ക് എതിർ തീരുമാനമായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനമൊന്നുമില്ല, എനിക്ക് ഈ ഒരു ആധാരം റദ്ദ് പതിപ്പിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ അത് വിൽക്കുക എന്നുള്ള തീരുമാനം എനിക്കില്ല എന്ന് അപർണയും തന്റെ തീരുമാനം പറഞ്ഞു. എന്നാൽ അഭിക്കും ജാനകിക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ കുടുംബം തകരാൻ പാടില്ല. കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അതിന് എന്താന്ന് വെച്ചാൽ അച്ഛന് തീരുമാനിക്കാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. അഭിയുടെ തീരുമാനം അച്ഛൻ ഏത് മക്കൾക്ക് കൊടുത്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിരഞ്ജനിക്കും അതുപോലെ തന്നെ. കുടുംബം ഇപ്പോ തകർന്നിരിക്കുകയാണ്, അത് വീണ്ടും ഒന്നിക്കണം. ഈ കുടുംബം ഒരിക്കലും തകരാൻ പാടില്ല, അതാണ് നിരഞ്ജനയുടെ മനസ്സില്. പക്ഷെ ഒരു വീട്ടിൽ തന്നെ പല അഭിപ്രായങ്ങൾ വന്നപ്പോ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിച്ചിട്ട് ഭൂരിഭാഗം അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറ, അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഈ ഒരു എസ്റ്റേറ്റ് വിൽക്കുവാണ്, അതാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അതല്ല വിൽക്കണ്ട എന്നുള്ള തീരുമാനമാണെങ്കിലും അതും പറയാം. എന്തായാലും ഭൂരിഭാഗം അഭിപ്രായം വേണമെന്നാണ് സൂര്യനാരായണന്റെ തീരുമാനം. പക്ഷെ അപ്പോ അവിടെയും അജയുടെ ആ ഒരു തീരുമാനം പാളിപ്പോയി, അജയുടെ ശ്രമം പാളിപ്പോയി. പക്ഷെ നോക്കാം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഈ ഒരു പ്രശ്നങ്ങള് സോൾവ് ആകുന്ന ലക്ഷണമില്ല. അപർണ ഉടനെ തന്നെ തന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോഴും അച്ഛൻ അതിന്റെ പരിഹാരങ്ങള് അപർണയോട് പറയുകയും, നീ ഒരു കാര്യം ചെയ്യുക, അവിടെ എല്ലാവരോടുമായിട്ട് വിളിച്ചു ചേർത്തതിന് ശേഷം സൂര്യനാരായണൻ ആധാരം റദ്ദ് പതിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു മുദ്രപത്രം സൂര്യനാരായണൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നീ ആ ഒരു കാര്യം എല്ലാവരോടുമായിട്ട് പറ.
അത് യഥാർത്ഥത്തിൽ സത്യമൊന്നുമല്ല. പക്ഷെ നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിന്നെ എല്ലാവരും വിശ്വസിച്ചു എന്ന് വരും. ഇപ്പോ ആളിക്കത്തിയ തീ കുറച്ചുകൂടി ആളിക്കത്താനായിട്ട് തുടങ്ങും. അങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകും. അവസാനം സൂര്യനാരായണനെ എല്ലാം ഉപേക്ഷിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് അപർണയ്ക്ക് അച്ഛൻ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാണ്. ഈ സമയത്ത് പ്രഭാവതിയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നതിന് ശേഷം എന്തായാലും ആധാരം റദ്ദ് പതിപ്പിച്ചല്ലോ, നീ എന്തായാലും സൂര്യയോട് പോയി മിണ്ട്, സംസാരിക്കേ, എന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിയോട് കയർത്ത് സംസാരിക്കാനും മുത്തശ്ശിയെ വഴക്ക് പറയാനുമായിട്ടാണ് പ്രഭാവതി ശ്രമിച്ചത്. ഒരിക്കലും തന്റെ പ്രശ്നം എന്ന് പറയുന്നത് സൂര്യ ആ ഒരു വസ്തു ആ ഒരു എസ്റ്റേറ്റ് ജാനകിയുടെയും അവിയുടെയും പേരിൽ എഴുതി വെച്ചു എന്നല്ല പ്രഭാവതിയുടെ പ്രശ്നം. ഈ 5 വർഷം താൻ വിശ്വസിച്ച ഒരുപാട് വിശ്വസിച്ച എന്നെയാണ് സൂര്യനാരായണൻ പറ്റിച്ചുകൊണ്ടിരുന്നത്, എന്നെ ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, വഞ്ചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ വഞ്ചന ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. വിശ്വാസ വഞ്ചനയാണ് സൂര്യനാരായണൻ തന്നോട് കാണിച്ചതെന്നും അത് ഇനി ഒരിക്കലും മാഞ്ഞു പോകാൻ പോകുന്നില്ല എന്നാണ് പ്രഭാവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇനി അയാളോട് മിണ്ടാനോ സംസാരിക്കാനോ പോകത്തില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് പ്രഭാവതി. പക്ഷെ പ്രഭാവതി തന്റെ കുഴി സ്വയം തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്നുള്ള ഒരു കാര്യം പ്രഭാവതി ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അച്ഛൻ ഭയങ്കര ടെൻഷനിലായിരുന്നു, സംസാരത്തിലായിരുന്നു. അബിയോടും ജാനകിയോടും ഈ ഒരു സ്വത്ത് ആധാരം റദ്ദ് ചെയ്തുവെങ്കിൽ പോലും പ്രഭാവതി തന്നോട് വന്ന് സംസാരിക്കാത്തതിന്റെ സങ്കടം സൂര്യക്ക് ഇപ്പോഴും ഉണ്ട്. അതിനെപ്പറ്റി ജാനകിയോടും അബിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജാനകിയും അബിയും പറഞ്ഞ കാര്യം അച്ഛൻ ക്ഷമിക്ക്, അമ്മയുടെ മനസ്സിൽ വീണ മുറിവ് അത്രയൊന്നും പെട്ടെന്നൊന്നും പൊറുക്കത്തില്ല, പക്ഷെ പൊറുക്കും, അച്ഛനൊന്ന് കുറച്ച് സാവകാശം കൊടുക്കുക, അമ്മ വന്ന് മിണ്ടും എന്ന് അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ പ്രഭാവതിയുടെ വരവ് വെറുതെ ഒരു വരവായിരുന്നില്ല. വന്ന ഉടനെ തന്നെ സൂര്യയോട് സംസാരിച്ചപ്പോ പ്രഭാവതി ഒരു കാര്യം പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഏതും വെറും കാര്യങ്ങളല്ല, വെറുതെ ഞാൻ സംസാരിക്കാൻ പോകുന്നതല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറയാനുണ്ട്. അപ്പൊ സൂര്യ പറഞ്ഞു, എന്താ നിനക്ക് പറയാനുള്ളത് എന്താ എന്ന് സൂര്യ ചോദിച്ചു. എന്നാൽ നിങ്ങൾ എന്നോട് വിശ്വാസ വഞ്ചനയാണ് കാണിച്ചത്, അതൊരിക്കലും എന്റെ മനസ്സിൽ നിന്നും മായത്തില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്തു വെട്ടിമുറിക്കണം, ഈ നമ്മുടെ സ്വത്തുക്കളെല്ലാം വെട്ടിമുറിച്ച് മക്കൾക്ക് വീതം വെച്ച് കൊടുക്കണം, ഷെയർ ചെയ്യണം എന്ന് പ്രഭാവതി സൂര്യയോട് പറയുവാണ്. അത് സൂര്യക്ക് ഒരിക്കലും സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. പ്രഭാവതി ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോ പോലും സൂര്യ കുറച്ചുകൂടി പിടിച്ചു നിന്നു. പക്ഷെ തന്റെ കുടുംബം, താൻ ചേർത്ത് വെച്ച കുടുംബം വെട്ടിമുറിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും സൂര്യനാരായണൻ അത് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. പെട്ടെന്ന് തന്നെ സൂര്യക്ക് നെഞ്ചുവേദന വരുവാണ്. പക്ഷെ അതൊന്നും കണ്ടിട്ടും യാതൊരു കൂസലും ഇല്ലാതെ പ്രഭാവതി ഇങ്ങനെ കല്ലുപോലെ പിടിച്ചു നിൽക്കുവാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പ്രഭാവതി നിന്നത്. പക്ഷെ ഇനി എന്ത് സംഭവിക്കാം, തന്റെ കുടുംബം ഒരിക്കലും തകരരുത് എന്ന് വിചാരിച്ച സൂര്യനാരായണന്റെ മുന്നിലേക്കാണ് കുടുംബം തകർന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രഭാവതിയുടെ വരവ്. അത് സൂര്യയെ വല്ലാതെ അങ്ങ് തകർത്ത് കളഞ്ഞു. ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അളകാപുരിയിൽ ഉണ്ടാകാൻ പോകുന്നത്, ഈ പ്രശ്നങ്ങൾ സോൾവ് ആക്കാനായിട്ട് ജാനകിക്കും അബിക്കും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.